Kuwait Janam, brought to you by Pawans, the first choice of the parents for the best education. Powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo. നമസ്കാരം, കുവൈറ്റ് ജനത്തിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെ വിനോദസഞ്ചാര വൈവിധ്യങ്ങൾ ഇനി കുവൈറ്റിലെ നിരത്തുകളിലും. ഇന്ത്യ കുവൈറ്റ് തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം ക്യാമ്പയിന് കുവൈറ്റിൽ തുടക്കമായി. കുവൈറ്റിലെ പ്രശസ്തമായ കുവൈറ്റ് ടവറിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപതി, TEC CEO അൻവർ അബ്ദുള്ള അൽ ഹുലൈലയും ചേർന്ന് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിൻ്റെ തെരുവുകളിൽ ഇനി ഭാരതത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ വിരുന്നെത്തും. കേരളത്തിലെ കായൽ ഭംഗിയും മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും മുതൽ കാശ്മീരിലെ മഞ്ഞു പുതച്ച മലനിരകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 20ഓളം ബസ്സുകളാണ് കുവൈറ്റ് നിരത്തുകളിൽ ഒരു മാസക്കാലം പര്യടനം നടത്തുക. കുവൈറ്റിന്റെ നിരത്തുകളിൽ ഇനി ഇന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ വിരുന്നെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ വർഷത്തെ കുവൈറ്റ് സന്ദർശന വേളയിൽ രൂപീകരിച്ച ഇന്ത്യ കുവൈറ്റ് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ നീക്കം. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠിയും കുവൈറ്റ് ടൂറിസ്റ്റിക് എന്റർപ്രൈസസ് കമ്പനി CEO അൻവർ അബ്ദുള്ള അൽ ഹുലൈലയും ചേർന്ന് പ്രചാരണ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഇന്ത്യയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത 20 ബസ്സുകളാണ് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ശാന്തമായ കായൽ പരപ്പുകൾ, മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ, ഋഷികേശിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ഗീർ വനത്തിലെ വന്യജീവി ദൃശ്യങ്ങൾ, ലഡാക്കിലെ നുബ്ര വാലി, കാശ്മീരിലെ ഗുൽമാർഗ് തുടങ്ങി ഇന്ത്യയുടെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബസ്സുകളാണ് കുവൈറ്റിലുടനീളം സർവീസ് നടത്തുക. വിനോദസഞ്ചാരത്തിനൊപ്പം പരിസ്ഥിതി സൗഹൃദ സന്ദേശവും ചടങ്ങിന്റെ ഭാഗമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏക് പേഡ് മാ കെ നാം പദ്ധതിയുടെ ഭാഗമായി അംബാസിഡർ പരിമിത ത്രിപതി കുവൈറ്റ് ടവർ അങ്കണത്തിൽ വേപ്പിൻ തൈ നട്ടു. കുവൈറ്റ് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് സുഗമമായി യാത്ര ചെയ്യാൻ വിസ സൗകര്യം നിലവിൽ വന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം പദ്ധതിയുടെ ഭാഗമായി അംബാസിഡർ കുവൈറ്റ് ടവേഴ്സ് പരിസരത്ത് വേപ്പിൻ തൈ നട്ടു. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇതുവരെ 140 കോടിയിലധികം തൈകളാണ് ആഗോളതലത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മനോഹരമായ കായൽപ്പരപ്പുകളും മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും ക്യാമ്പയിൻ്റെ ഭാഗമായി ബസ്സുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഋഷികേശിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ഗീർ വനത്തിലെ വന്യജീവി അനുഭവങ്ങൾ, മഹാരാജാസ് എക്സ്പ്രസ് ലക്ഷറി ട്രെയിൻ എന്നിവയും പ്രചാരണത്തിലുണ്ട്. ലഡാക്കിലെ സുബ്രവാലി, കാശ്മീരിലെ ഗുൽമാർഗ്, ഹൈദരാബാദിലെ ചാർമിനാർ, രാജസ്ഥാനിലെ ഹവാമഹൽ, ജൽമഹൽ തുടങ്ങിയ പ്രശസ്തമായ സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു.
combines the incredible tourist destinations of India and the iconic Kuwait Towers. I am sure this is just the beginning of a very productive collaboration between the embassy and TEC, and we look forward to greater cooperation in the coming months. ഇന്ത്യൻ ടൂറിസം മേഖലയുടെ കരുത്ത് വിളിച്ചോതുന്ന കണക്കുകളാണ് എംബസി പുറത്തുവിട്ടത്. 2024 മാത്രം 2 കോടിയിലധികം വിദേശ വിനോദസഞ്ചാരികൾ ഇന്ത്യ സന്ദർശിച്ചു. സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP-യിലേക്ക് 5.2% ടൂറിസം മേഖലയുടെ സംഭാവന. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ $100 കോടി തുക ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇന്ത്യ ചെലവഴിച്ചിട്ടുണ്ട്. കുവൈറ്റ് പൗരന്മാർക്കായി ഏർപ്പെടുത്തിയ വിസ സൗകര്യം വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. പൊതുജനങ്ങൾക്ക് ഈ ക്യാമ്പയിന്റെ ഭാഗമാകാൻ എംബസി ഒരു മത്സരവും ഒരുക്കിയിട്ടുണ്ട്. നിരത്തുകളിലൂടെ ഓടുന്ന ഈ ബസ്സുകളുടെ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. യാത്രക്കാർക്കായി ഒരു പ്രത്യേക മത്സരവും എംബസി ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റ് നിരത്തുകളിലൂടെ ഓടുന്ന ഇൻക്രെഡിബിൾ ഇന്ത്യ ബസ്സുകളുടെ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ എംബസിയെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും. കുവൈറ്റിലെ മാധ്യമ പ്രവർത്തകർ, ട്രാവൽ ഏജൻസികൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുവൈറ്റിലെ വിനോദസഞ്ചാരികളെ ഇന്ത്യയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാൻ 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ പ്രചരണ പരിപാടി വലിയ സഹായമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുവൈറ്റിലെ പൗരന്മാർക്കും പ്രവാസികൾക്കും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരവും പ്രകൃതി ഭംഗിയും അടുത്തറിയാൻ ഈ ക്യാമ്പയിൻ വഴി തുറക്കും. കുവൈറ്റിലെ മരുഭൂമിയിലെ കൊടും തണുപ്പിൽ ജോലി ചെയ്യുന്ന ആട്ടിടയന്മാർക്ക് ആശ്വാസമായി പ്രവാസി വെൽഫെയർ കുവൈറ്റ് തണുപ്പിനെ പ്രതിരോധിക്കുവാനുള്ള വസ്ത്രങ്ങളും അവശ്യ സാധനങ്ങളും അടങ്ങിയ ഡെസേർട്ട് കിറ്റ് പദ്ധതിയിലൂടെ 100 കണക്കിന് തൊഴിലാളികൾക്കാണ് സംഘടന കൈത്താങ്ങായത്. കുവൈറ്റിലെ വിജനമായ മരുഭൂമികളിൽ രാപ്പകൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു നടക്കുന്ന തൊഴിലാളികൾക്ക് താങ്ങാവുകയാണ് പ്രവാസി വെൽഫെയർ കുവൈറ്റ്. മരുഭൂമിയിലെ കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പുതപ്പുകൾ, ജാക്കറ്റുകൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവകൾ അടങ്ങിയ 125ഓളം കിറ്റുകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. പ്രവാസി വെൽഫെയറിന്റെ ജനസേവന വിഭാഗമായ ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം. 16 വാഹനങ്ങളിലായി 50-ലധികം വോളണ്ടിയർമാരാണ് കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലെ മരുഭൂമികളിൽ നേരിട്ടെത്തി കിറ്റുകൾ എത്തിച്ചു നൽകിയത്. പ്രവാസി വെൽഫെയർ കുവൈറ്റ് പ്രസിഡന്റ് റഫീഖ് ബാബു പൊന്മുണ്ടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മഹ്മൂദ്, ഹൈദർ ചാരിറ്റബിൾ, ഗൾഫ് ലാൻഡ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടപ്പിലായത്. മരുഭൂമിയിലെ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ തണുപ്പ് കാലത്ത് ചെറിയൊരു ആശ്വാസം പകരുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. വോളണ്ടിയർമാരുടെ വലിയൊരു നിര തന്നെ ഈ സേവനത്തിൽ പങ്കാളികളായി. ടീം വെൽഫെയർ ക്യാപ്റ്റൻ ഷംസീർ ഉമർ, വൈസ് ക്യാപ്റ്റന്മാരായ റഷീദ് ഖാൻ, നാസർ മഠപ്പള്ളി എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും കൂടുതൽ മേഖലകളിലേക്ക് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ ഫാഹേൽ ഏരിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. താഹ KB പ്രസിഡന്റ്, സുരേഷ് K സെക്രട്ടറി, ട്രഷററായി ഗംഗാധരൻ TC എന്നിവർ ചുമതലയേറ്റു. മഹിളാവേദി പ്രസിഡന്റായി റഷീദ ഫാസിസിനെയും സെക്രട്ടറിയായി രത്നവല്ലി ഗംഗാധരനെയും ട്രഷററായി ദേവിക സന്തോഷിനെയും തെരഞ്ഞെടുത്തു. Brought to you by Pavans, the first choice of the parents for the best education. Powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo. പ്രവാസി രക്ഷിതാക്കളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ മുദ്ര പതിപ്പിച്ച പേരാണ് ഭവൻസ്. കുവൈറ്റിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ മാതൃകകൾ തീർത്ത ഭവൻസ് ഗ്രൂപ്പ് തങ്ങളുടെ പ്രശസ്തമായ ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂൾ ശൃംഖലയിലൂടെ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ്. കുരുന്നുകളുടെ കളിച്ചിരികളും സ്വപ്നങ്ങളും വിരിയുന്ന ജാക്ക് ആൻഡ് ജില്ലിന്റെ ഏറ്റവും പുതിയ ശാഖ ഇപ്പോൾ സബാഹിയ ബ്ലോക്ക് 4-ൽ പ്രവർത്തനം ആരംഭിച്ചു. അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ ഏറ്റവും സന്തോഷകരവും മനോഹരവുമാക്കാൻ ഭവൻസ് ഒരുക്കിയിരിക്കുന്ന കുട്ടികളുടെ ആ അത്ഭുത കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം.
പ്രവാസി സമൂഹത്തിന് ഏറെ പരിചിതമായ ഭവൻസ് മിഡിൽ ഈസ്റ്റ് തങ്ങളുടെ പുതിയ സംരംഭമായ ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളുകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുകയാണ്. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന ഭവൻസിന്റെ ഏറ്റവും പുതിയ വാഗ്ദാനമാണ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂൾ. കൊച്ചുകുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പ്രീ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സബാഹിയയിലെ ബ്ലോക്ക് നമ്പർ 4-ൽ ഈ പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. But again, we are sure we got very talented teachers. They will do the job well, without any interruption, without any negative feedback from the parents. So we'll have a good team and we'll have a good education system for your children. And we look after that. It's a promise from Bhavans and we will do it. വെറുമൊരു പ്രീ സ്കൂൾ എന്നതിലുപരി കുട്ടികളുടെ സർഗാത്മകതയും മൂല്യബോധവും വളർത്തുന്ന ഒരിടമായാണ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളിനെ ഭവൻസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടൊപ്പം തന്നെ സ്നേഹനിധികളായ അധ്യാപകരുടെ സാന്നിധ്യവും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടുത്തെ ക്ലാസ് മുറികൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കുട്ടികൾക്ക് സ്വതന്ത്രമായി ഇടപഴകാനും പഠിക്കുവാനുമുള്ള സൗകര്യങ്ങളോടെ വിശാലവും പ്രകാശവുമുള്ള ക്ലാസ് മുറികളാണ് ഇവിടെയുള്ളത്. ഓരോ കുട്ടികളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പഠനം സാധ്യമാക്കുന്ന എല്ലാ പഠന കേന്ദ്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പരിചയസമ്പന്നരും കുട്ടികളെ സ്നേഹത്തോടെ പരിപാലിക്കുന്നവരുമായ അധ്യാപകരാണ് ഭവൻസ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളിൻ്റെ കരുത്ത്. കുട്ടികളിൽ ശക്തമായ സാംസ്കാരിക മൂല്യങ്ങൾ വളർത്തുന്നതിനും അവർക്ക് സുരക്ഷിതത്വവും പോഷണ സമൃദ്ധവുമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിനും ഇവർ ശ്രദ്ധിക്കുന്നു. പഠനം കളികളിലൂടെയാകുമ്പോൾ അത് കൂടുതൽ ഫലപ്രദമാകും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കിയ വിശാലമായ ഔട്ട്ഡോർ കളിസ്ഥലവും ഭാവനകളെ ഉത്തേജിപ്പിക്കുന്ന ഇൻഡോർ പ്ലേ സോണും ഇവിടെയുണ്ട്. ഓരോ കുട്ടിക്കും തങ്ങളുടെ കഴിവുകളും പൂർണ്ണമായി വികസിപ്പിക്കുവാനും സന്തോഷത്തോടെ അറിവ് നേടാനും ഇവിടെ അവസരമൊരുക്കുന്നു. കുട്ടികളുടെ ആദ്യത്തെ പഠനാനുഭവം ഏറ്റവും മനോഹരവും പ്രചോദനം നൽകുന്നതുമായിരിക്കണം. ഭവൻസ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളിൽ ഞങ്ങളത് ഉറപ്പാക്കുന്നതായി സൂപ്പർവൈസർ സജിനി പൃഥ്വിരാജ് പറഞ്ഞു. ഓരോ കുട്ടിയും ഇവിടെ നിന്നും ചിറകുകൾ വിരിയിച്ച് പറന്നുയരാൻ പ്രാപ്തരാകും. We started as a small institution with a dedicated group of teachers. Today it is an early learning center for trusted by many families in Ahmadi area. Today I am proud to inform you that we have moved to a spacious campus in Sabahia. At Bhavans Jack and Jill School, we believe in an activity-based experiential learning. Our mission is to build a strong educational foundation in a joyful, supportive and engaging environment. From pre-KG onwards, our children learn through play, exploration and vibrant hands-on activities that nurture their curiosity, creativity and confidence. Our school is a home to a talented and passionate team of educators who have earned the trust of our parents and community. Through regular parent interactions, teachers created a wonderful bond with students and parents. The new campus features larger classrooms, outdoor playgrounds and indoor play area, and a dedicated learning center where our children grasp new concepts through toys, games, and interactive experiences. Each week, our learners enjoy theme-based activities, competitions, and events designed to strengthen communication skills and boost their confidence. Every aspect of our program is carefully designed to prepare our children for the next stage of their primary education, equipping them with skills, values, and enthusiasm they need to succeed.
കുട്ടികളുടെ ഭാവിക്ക് മികച്ച അടിത്തറ നൽകാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് ഭവൻസ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂൾ ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും. സബാഹിയ മേഖലകളിലെ പ്രവാസി കുടുംബങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ യാത്ര ആരംഭിക്കാൻ ഇതിലും മികച്ചൊരിടം വേറെ ഉണ്ടാകില്ല. സബാഹിയ ബ്ലോക്ക് 4 സ്ട്രീറ്റ് നമ്പർ 1 പുതിയ സ്കൂൾ സജ്ജമായിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മികച്ചൊരു നാളെ ഉറപ്പാക്കാൻ ഇന്ന് തന്നെ ഭവൻസ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളുമായി ബന്ധപ്പെടാവുന്നതാണ്. അറിവിന്റെ ലോകത്തേക്ക് ആദ്യമായി ചുവടുവയ്ക്കുന്ന കുരുന്നുകൾക്ക് വെറുമൊരു സ്കൂൾ എന്നതിലുപരി സ്നേഹവും കരുതലും സർഗാത്മകതയും ഒത്തുചേരുന്ന ഒരു കൊച്ചു സ്വർഗമാണ് ഭവൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷിതമായ കൈകളിൽ തങ്ങളുടെ മക്കളുടെ ഭാവി ഭദ്രമാണെന്ന ഉറച്ച ബോധ്യം പ്രവാസി രക്ഷിതാക്കൾക്ക് നൽകാൻ സബാഹിയയിലെ ഈ പുതിയ ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളിന് കഴിയുമെന്നതിൽ സംശയമില്ല. കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ, അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ സബാഹിയ ബ്ലോക്ക് 4 ഇനി ജാക്ക് ആൻഡ് ജിൽ ഉണ്ടാകും. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Kuwait Janam, brought to you by Bhavans, the first choice of the parents for the best education. powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo